നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമുക്കത് ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ ഒളിപ്പിച്ച് വെക്കാറുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി ആപ്പുകൾ അൺഇൻസ്റ്റാൾ ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയുമില്ല. എന്നാൽ ഒരു ആപ്പും ഇല്ലാതെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ ചെറിയ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ വീഡിയോകൾ ആരും കാണാത്ത രീതിയിൽ വളരെ വിചിത്രമായിട്ട് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിലുള്ള ഒരു വീഡിയോ നമുക്ക് നമ്മുടെ സുഹൃത്തിന് ഒരു MP3 ആയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങളതിൻ്റെ വീഡിയോ അയാൾ കാണേണ്ട, അതിനകത്തുള്ള ഓഡിയോ മാത്രം കേട്ടാൽ മതിയെങ്കിൽ അയാൾക്ക് ഓഡിയോ മാത്രമായിട്ട് നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇതിനൊന്നും നമുക്ക് ആപ്പിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ ചെറിയ സെറ്റിങ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്നൊരു വീഡിയോ എടുക്കുകയാണ്. നിങ്ങൾ ആപ്പുകളൊന്നും ഇല്ലാതെ ഒളിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടി ഞാനൊരു വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഗാലറിയിൽ നിന്ന്. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഒളിപ്പിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ വീഡിയോയ്ക്ക് ഏറ്റവും മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്തായിരിക്കും ഇവിടെ റീനെയിം എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ആ വീഡിയോക്കകത്തുള്ള പേരാണ് കാണിക്കുക. ചില വീഡിയോക്ക് ഇതുപോലെ നമ്പറുകളായിരിക്കും കാണാൻ സാധിക്കുക. അതിനുശേഷം ആ നമ്പറുകൾക്ക് ശേഷം ചില മൊബൈൽ ഫോണിലെ ഗാലറിയിലൊക്കെ ഇതുപോലെ ഡോട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ MP4 എന്നായിരിക്കും കാണാൻ സാധിക്കുക. ഈ ഒരു ഗാലറിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഗാലറി താഴെ കാണുന്ന ഭാഗത്താണ് MP4 ഉള്ളത്. ചില ഗാലറിയിൽ ഏറ്റവും അവസാനത്തിൽ പേരോട് കൂടെ തന്നെ MP4 എന്ന് കാണിക്കും. അത് നമ്മൾ ആദ്യം MP4 എന്നുള്ളത് മാത്രം ഡിലീറ്റ് ചെയ്യുക. അതിനകത്തുള്ള തൊട്ടടുത്തൊരു ഡോട്ട് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യരുത്. ഞാനിവിടെ MP4 എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് DOC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതായത് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് മാത്രം ടൈപ്പ് ചെയ്തു. ശേഷം ഇത് ഓക്കെ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി, ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ മനസ്സിലാകുന്നതിന് വേണ്ടി നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ടെസ്റ്റിംഗ് എന്ന് എഴുതി കാണിക്കുകയാണ്. ഓക്കെ കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ എവിടെയായിരുന്നു ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരുന്നതിന് മറ്റൊരു വീഡിയോ, അതായത് ഇനി ഒരു വീഡിയോ നമ്മൾ ഓഡിയോ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു വീഡിയോ ഞാൻ MP3 ആക്കുകയാണ്. കാരണം നമ്മുടെ സുഹൃത്തിന് ഓഡിയോ മാത്രമാണ് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി MP3 ആക്കാം. പക്ഷേ ഓർക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ വീഡിയോ ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. നിങ്ങളുടെ ഗാലറിയിൽ ഈ വീഡിയോ നമ്മൾ MP3 ആക്കി കഴിഞ്ഞാൽ വീഡിയോ കാണാൻ സാധിക്കില്ല, അതിനകത്തുള്ള ഓഡിയോ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഓഡിയോക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെസ്റ്റിംഗ് 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. നേരത്തെ ടെസ്റ്റിംഗ് ആയിരുന്നു ടൈപ്പ് ചെയ്തത്, ഇപ്പോൾ ടെസ്റ്റിംഗ് 2 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് MP4 ആണുള്ളത്, ഞാനത് MP3 എന്നാക്കി കൊടുത്തു. തുടർന്ന് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്ത് ഞാൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ ഇതിനകത്തുനിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതായത് നമ്മുടെ MP3 മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ നമ്മുടെ ഗാലറിയിൽ എവിടെ തിരഞ്ഞാലും കാണാൻ സാധിക്കില്ല. ഇനി എങ്ങനെയാണ് ആ 2 വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുക നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കിത് കാണുന്നതിന് വേണ്ടി ഫയൽ മാനേജറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് നമ്മൾ ഒരു ഡോക്യുമെൻറ്റ്സിലേക്ക് വീഡിയോ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള കാണാൻ സാധിക്കും. ഇനി ഇത് കാണാത്ത ആളുകൾക്ക് നിങ്ങളുടെ ഫയൽ മാനേജറിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സിനകത്ത് ഇവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ടെസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ആ ഒരു ഫോൾഡർ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കനോട്ട് ഫൈൻഡ് ആപ്സ് ടു ഓപ്പൺ ഫയൽ എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഫയൽ നമുക്കിനി ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു ഡോക്യുമെൻറ്റ്സ് ഫയലായിട്ട് കാണാൻ സാധിക്കും. ഇനി ആര് നിങ്ങൾക്ക് ഈ വീഡിയോ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാലും കാണില്ല. പക്ഷേ നമുക്ക് ഇനി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീനെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കൊടുത്ത ആ DOC എന്നുള്ള ഡോക്യുമെൻറ്റ്സ് എന്നുള്ള അത് മാത്രം ഡിലീറ്റ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഡോട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് DOC എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് നമ്മൾ MP4 എന്നാക്കി കൊടുക്കുക. സാധാരണ വീഡിയോ ഫോർമാറ്റിൻ്റെ MP4 എന്നാക്കി കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഗാലറി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത അല്ലെങ്കിൽ റീനെയിം ചെയ്ത വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ഇനി അതുപോലെ നമ്മൾ MP3 മാറ്റിയ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ മ്യൂസിക് എന്നുള്ളിടത്ത് ക്ലിക്ക് കൊടുത്താൽ മതി. മ്യൂസിക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെസ്റ്റിംഗ് 2 എന്ന് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ റീനെയിം ചെയ്ത് ഇത് MP3 ആയിട്ട് ഇവിടെ പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആ വീഡിയോ നമ്മൾ ആ വീഡിയോക്കകത്തുള്ള തമ്പനിൽ മാത്രമേ കാണിക്കുകയുള്ളൂ, പക്ഷേ ഓഡിയോസ് ആയിരിക്കും, വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കില്ല. ഇനി ഇതിൻ്റെ വീഡിയോ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്ത് മോർ കൊടുക്കുക, റീനെയിം കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്ത MP3 ഒഴിവാക്കി MP4 എന്നാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഓക്കെ കൊടുത്താൽ മതി.
പിന്നെ വരുന്ന ഭാഗത്തുകൂടെ ഓക്കെ കൊടുത്താൽ ആ ഒരു ഫോർമാറ്റ് ഇവിടെ നിന്ന് നഷ്ടപ്പെടും. നമ്മുടെ ഗാലറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ നമ്മുടെ ഗാലറിയിൽ വെച്ച് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഫോട്ടോസുകളോ അല്ലെങ്കിൽ വീഡിയോസുകളോ, ഫോട്ടോസ് ആണെങ്കിൽ ഇതേ മെത്തേഡാണ്. ഫോട്ടോസോ വീഡിയോസോ ഒളിപ്പിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആപ്പ് ആവശ്യമില്ല. ജസ്റ്റ് റീനെയിം മാറ്റി കൊടുക്കുക. ഡോക്യുമെൻറ്റ്സിലേക്കാണ് DOC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. MP3യിലേക്കാണെങ്കിൽ MP3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമാകുമ്പോൾ അത് MP4ലേക്ക് മാറ്റി കൊടുത്താൽ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യും. പെട്ടെന്ന് ആരും തിരിച്ചറിയില്ല. ഫോട്ടോസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.